വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്രിയേറ്റിംഗ് ഇൻ ടെൻസർ ഓഫ് റേഞ്ച് ഓഫ് ടെൻസർ ആൻഡ് ടെൻസർ ലൈക്ക്. നമുക്ക് ടെൻസർ ഒരു റേഞ്ച് വരെയുള്ള കാര്യങ്ങൾ വെച്ച് ഒരു നമ്മളൊരു റേഞ്ച് കൊടുത്തിട്ട് അത്രയും നമ്പേഴ്സ് ഉള്ളൊരു ടെൻസർ ക്രിയേറ്റ് ചെയ്ത് തരാം. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് 1 തൊട്ട് 10 വരെയുള്ളൊരു ടെൻസർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ഒരു നെയിം കൊടുക്കുകയാണ്. വേരിയബിൾ നെയിം 1 to 10 എന്ന് കൊടുത്തു. ഈക്വൽ ടു ടോർച്ച് ഡോട്ട് a range start equal to 1 end equal to 11 സ്റ്റെപ്പ്. എത്ര സ്റ്റെപ്പ്? ഇപ്പം 1 തന്നെ 2 3 4 എത്ര സ്റ്റെപ്പ് നമ്മളെ ഏതാണ് നമ്പയിലൊക്കെ പഠിക്കുന്ന പോലെയുള്ള സാധനം തന്നെ, നമ്പയിൽ ചെയ്യുന്ന അതേ കാര്യം തന്നെ എ റേഞ്ച് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ടെൻസർ. അപ്പം ഇത് നമുക്ക് 0 ആക്കണം. ഇതിന് മൊത്തം 0 ആക്കി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സിന് 1 തൊട്ട് 10 വരെയുള്ള നമ്പറുകൾ മൊത്തം 0 ആക്കാൻ നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കുക. 10 zeros ഞാൻ വേരിയബിളിന് എടുത്തു, ഇസഡ് എന്ന് കൊടുത്തു 10 zeros. അതിനുശേഷം ടോർച്ച് ഡോട്ട് 0 ലൈക്ക് ഏതാണ് ഇൻപുട്ട്? നമ്മൾ ഇതിനെ എടുത്ത് പാസ് ചെയ്താൽ ഈ ഇൻപുട്ടാണ് കൊടുക്കുന്നത്. ഈ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നതാണ് അതാണ്ട് ഇതിനെ പാസ് ചെയ്ത് കൊടുക്കുക. ഇതിനെ മൊത്തം 0 ആക്കി തരും. കണ്ട, 0 ടെൻസറാക്കി. നമ്മൾ ഇപ്പോൾ എ റേഞ്ചിലുള്ള ടെൻസറിനെ 0 ടെൻസറാക്കി. അപ്പം ഇതാണ് ഇതിനകത്തോടെയുള്ള. ഇനി നമുക്ക് ടെൻസർ ഡേറ്റ ടൈപ്പിനെ കുറിച്ച് പഠിക്കാം. ടെൻസർ ഡേറ്റ ടൈപ്പ്. നമുക്കൊരു ഫ്ലോട്ട് 32 ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതിനൊപ്പം ഒരു ഹെഡിങ് കൊടുക്കാം. ടെൻസർ ഡേറ്റ ടൈപ്പ്. ഈ ഒക്കെ വലുതായി കുഴപ്പമില്ല. നമുക്ക് ഫ്ലോട്ട് 32 ഉള്ള ടെൻസർ ക്രിയേറ്റ് ചെയ്യാം. ഫ്ലോട്ട് 32 ടെൻസർ. ഒരു ടെൻസർ ക്രിയേറ്റ് ചെയ്യാം. ഫ്ലോട്ട് 32 ഉള്ള ടെൻസറാണ്. ഇതെല്ലാം ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫ്ലോട്ട് 32 ഉള്ള ടെൻസർ. അതിന് ഞാൻ ഇവിടെ തന്നെ നമുക്ക് കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മളിപ്പം അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഡീഫോൾട്ട് കൊടുക്കേണ്ട എന്നുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. കൊടുത്തില്ലെങ്കിലും കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനത്തെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതാണ് ഞാൻ ഇനി ഡിഫൈൻ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഫസ്റ്റ് കൊടുത്ത ആ നമ്പേഴ്സ് ഉറപ്പായിട്ട് കൊടുത്തിരിക്കേണ്ട നമ്പേഴ്സാണ്. ഇനി ഡി ടൈപ്പ്. നമുക്ക് ഡി ടൈപ്പ് വേണമെങ്കിൽ ഇതിനെ ഫ്ലോട്ട് 32 എന്നാണ്. നമ്മൾ ടോർച്ച് ഡോട്ട് ഫ്ലോട്ട് 32. അതിനുശേഷം ഈ ഡിവൈസ് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് CPU GPU കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ഡിവൈസ് ഇപ്പോൾ നണ്ണെന്ന് കൊടുക്കാം. ഡിവൈസ് ഈക്വൽ ടു ക്യൂഡാന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നണ്ണെന്ന് കൊടുക്കാം. ഞാൻ പിന്നെ ഡിവൈസിനെ കുറിച്ച് ഞാൻ പിന്നെ വേറൊരു പാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ പറഞ്ഞുതരാം. ഇനി റിക്വയർഡ് ഗ്രേഡിക്കൽ ടു ഫാൾസ്. നമ്മളിപ്പോൾ ഏത് ഡിവൈസ് യൂസ് ചെയ്യുന്നതാണെന്ന് നേരത്തെ പറഞ്ഞത്, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഡേറ്റ ടൈപ്പ് ഏത് ഡേറ്റ ടൈപ്പാണ്? ഫ്ലോട്ട് 32 ആണ്. ഓർ ഫ്ലോട്ട് 16 നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് റിക്വയർഡ് ഗ്രേഡിക്കൽ ടു ഫാൾസ്. ഇതെന്താണെന്ന് ഞാൻ ഇവിടെ എഴുതി തരാം. whether not be track gradient descent algorithm എന്താണെന്ന് ഞാൻ മറ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആ വീഡിയോ കണ്ടതിന് ശേഷം ഇതൊന്ന് മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ അത് കണ്ടവർക്ക് ഇത് മനസ്സിലായി കാണും. വിത്ത് ദ ടെൻസർ ഓപ്പറേഷൻ. ഇതിപ്പോൾ നമുക്ക് കൊടുത്തില്ലെങ്കിൽ കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുത്തതേ ഉള്ളൂ. ടെൻസറിൻ്റെ ഡി ടൈപ്പ് ഞാൻ പ്രിൻറ്റ് ചെയ്യാണ് ഇവിടെ. പ്രിൻറ്റ് ടെൻസർ ഡോട്ട് ഡി ടൈപ്പ്. എൻ്റർ കൊടുക്കുക. ഫ്ലോട്ട് 32 ആണ് ഡേറ്റ ടൈപ്പ്. ഇനി നമുക്ക് ഫ്ലോട്ട് 32 മാറ്റി ഇനി ടോർച്ച് ഡോട്ട് ഇനി ഈ ടെൻസർ ഞാൻ പ്രിൻറ്റ് ചെയ്ത് തരാം. ഫ്ലോട്ട് 32 ടെൻസർ.
പ്രിൻ്റ് ചെയ്ത ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സായിട്ടാണ് നമുക്ക് കിട്ടുന്ന. ഇനി നമുക്കിത് വേണമെങ്കിൽ ഫ്ലോട്ട് 16 ആക്കാം. ഫ്ലോട്ട് 16 ആക്കി നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇൻറ്റിജർ ആക്കി എന്താണ് ഔട്ട്പുട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞത്. ഇൻറ്റ് 32 എന്നാക്കി എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്? അതിനെ ഇൻറ്റിജറാക്കി, അത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ടൈപ്പ് അനുസരിച്ച് മാറും. ഇവിടെ നമുക്ക് ഡീഫോൾട്ട് ഒരു ഡേറ്റ ടൈപ്പും കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ എന്താവും നോക്കാം. ഒരു ഡേറ്റ ടൈപ്പും കൊടുത്തില്ല. റൺ ചെയ്താൽ നോർമൽ നമ്മൾ കൊടുത്ത എന്താണ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സാണ്. അപ്പം ഫ്ലോട്ട് 32. ഇനി നമുക്ക് വേണമെങ്കിൽ മാറ്റാം. സോറി, ഇതെന്തുവാ നേരത്തെ കൊടുത്ത നമ്പേഴ്സ്. അപ്പം ഡേറ്റ ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ ടൈപ്പ് കൊടുക്കാം. ഡീഫോൾട്ടായിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്ന രണ്ടെന്ന് കൊടുത്താൽ നമുക്ക് 32 കിട്ടത്തുള്ളൂ. അപ്പം അത് മനസ്സിലാകാൻ കഴിക്കുന്നു. ഇതാണ് നമ്മളെ ടെൻസർ ഇവിടെ കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത ഫ്ലോട്ട് 32 ഉള്ള വേറൊരു ടെൻസർ ക്രിയേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് വേറൊരു രീതിയിലും ഫ്ലോട്ട് 16 ആക്കി മാറ്റാം ഇതിനെ. അതും കൂടെ പറഞ്ഞിട്ട് മാറ്റാം. ടൈപ്പ് കാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. നമുക്ക് ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്ത് നോക്കാം. ടെൻസർ ഫ്ലോട്ട് 16 ടെൻസർ ആക്കി മാറ്റാം. ടൈപ്പ് കാസ്റ്റ് ചെയ്യാം. ഏതിനാണ് നമുക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ചെയ്ത ഇതിനെയാണ് ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നത്. അതെടുക്കുക. അതിന് നമുക്ക് ടൈപ്പ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ടൈപ്പ് അതിനെ ഏത് ടൈപ്പിലോട്ട് മാറ്റണം? TF അല്ല ഇവിടെ. ഇത് ഇപ്പോൾ എനിക്ക് സജഷൻ തരുന്ന TF എന്നാണ്. TF നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസർ ഫ്ലോയിലാണ്. ടോർച്ചാണ് ടോർച്ച് ഡോട്ട് ഫ്ലോട്ട് 16 മാറ്റി 15 മാറ്റി. ഇത് നമുക്ക് വേണമെങ്കിൽ ഇൻറ്റിജറിലോട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യാം. ഈ ടോർച്ച് എടുത്ത് കളയണ്ട, ടോർച്ച് കിടക്കണ്ട. ഇൻറ്റ് 1 ഉണ്ട്, ഇൻറ്റ് 2 ഉണ്ട്, 60 ഉണ്ട്. ഇൻറ്റ് 64 നോക്കി എന്തരാണ് ആവുന്നത് നോക്കി. ഇൻറ്റിജറാക്കി 64 ബിറ്റാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവും. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഡേറ്റ ടൈപ്പ് കാര്യങ്ങളിലും. ഡേറ്റ ടൈപ്പ് എന്താണെന്ന് മനസ്സിലായി കാണും. ഇനി നമുക്ക് ഡേറ്റ ടൈപ്പ് കൊണ്ടൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കാം. രണ്ട് ടെൻസേഴ്സ് ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. നമ്മൾ ഫ്ലോട്ട് 16 നമ്മൾ ഫ്ലോട്ട് ഇവിടെ ഇൻറ്റ് മാറ്റാം, അല്ലെങ്കിൽ കിടക്കട്ടെ. നമുക്ക് ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഫ്ലോട്ട് 16 ഇൻറ്റു ഫ്ലോട്ട് 32 ടെൻസർ. ഇതിന് നമുക്ക് T എന്ന് വിളിക്കാം. എന്നിട്ട് അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. T ഡോട്ട് D ടൈപ്പ് T is not defined. സോറി, ഇവിടെ റൺ ചെയ്തില്ല. നമ്മൾ T എന്നിട്ട് കൊടുത്തേ ഉള്ളൂ. ഫ്ലോട്ട് 32 ഒരു ഇൻറ്റിജർ ഇൻറ്റു ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ കിട്ടുന്ന ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ. മനസ്സിലായില്ലേ? ഇനി നമുക്കിവിടെ ഇൻറ്റ് മാറ്റി ഫ്ലോട്ട് 16 ആകാം. ഇവിടെ എന്ത് കിട്ടുമെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. ഫ്ലോട്ട് 16 ആക്കിയ ഡി ടൈപ്പ് ഫ്ലോട്ട് 32. ഒരു ഫ്ലോട്ട് 32 ഇൻറ്റു ഫ്ലോട്ട് 16 ആയ ഫ്ലോട്ട് 32 തന്നെ. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെയാണെന്ന് പറയാനുള്ളത്. ആ ടെൻസറിനെ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ആ ടെൻസർ T എന്ന് പറഞ്ഞ ടെൻസർ അത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഇൻറ്റ് ചെയ്തപ്പം കിട്ടിയ നമ്പർ. ഇതും സെയിം നമ്പേഴ്സാണ്. അപ്പോൾ രണ്ടും കൂടെ ഇൻറ്റ് ചെയ്ത് ഒരു ഡേറ്റ ടൈപ്പ് മാത്രം ചേഞ്ച് ഉള്ളായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. I see you in the next video. If in doubt, code it out, run the code.